വലിയ വെരി ഇതുവരെ കാണാത്തൊരു മലയാള സിനിമ. എല്ലാവരും വലിയ എന്റെ മോനെ എന്താ പറയാൻ, എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുന്നത്. എന്റെ ഭഗവാനെ, എല്ലാരും എമ്പുരാനെ എന്ന് വിളിക്കുമ്പോൾ ഞാൻ തമ്പുരാനെ എന്ന് വിളിക്കും. സത്യം ഒരു വലിയൊരു പടം കണ്ട ഒരു ഫീല് തന്നെയാണ് സത്യം. തീർച്ചയായിട്ടും എല്ലാം നല്ല ഭംഗിയായിട്ട് വരട്ടെ. ഇനി ഈ നാടിന്റെ ജനങ്ങളും പ്രേക്ഷകരൊക്കെ രണ്ട് കൈയിൽ നീട്ടി സ്വീകരിക്കട്ടെ. അതിനുള്ള പ്രാർത്ഥനയാണ്. നിങ്ങളല്ലേ നോക്കണത്, പിന്നെ നിങ്ങൾ മേടിച്ചു വെക്കേ എന്നോട് എന്തിനാണ് ഇതൊക്കെ കൊണ്ടുവരുന്നത്? നിങ്ങൾ പറഞ്ഞാണല്ലോ കേരളങ്ങളെ കയറ്റ് പറഞ്ഞായി. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. എമ്പുരാൻ ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഫേസ്ബുക്ക് തന്നെ പറയാം, ഫേസ്ബുക്കിൽ എനിക്ക് തോന്നുന്നു വേറെ ഒരു സാധനം വരുന്നില്ല ഫീഡിൽ. നമ്മൾ ഇപ്പോൾ മൂവി റിലേറ്റഡ് ആയിട്ട് എന്ത് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ വേറെ എന്തെങ്കിലും ടോപ്പിക്ക് മൂവി റിലേറ്റഡ് ആയിട്ട് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ മലയാളം ഫിലിം റിലേറ്റഡ് ആയിട്ട് വേറെ ഏതെങ്കിലും പടം ഉണ്ടോ എന്ന് വരെ സംശയം തോന്നുന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയ കംപ്ലീറ്റ്. കാരണം എനിക്ക് തോന്നുന്നു ഇത്ര അധികം ഹൈപ്പ് നമ്മൾ ഓരോ പടം ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ പറയുമായിരിക്കാം, പക്ഷേ ഇത്ര അധികം ഹൈപ്പ് വേറെ ഒരു പടത്തിനും കിട്ടിയതായിട്ട് തോന്നുന്നില്ല. എമ്പുരാൻ ഫാൻ ഷോ കഴിഞ്ഞിട്ടുണ്ട്, മിക്സഡ് റെസ്പോൺസാണ്. ഈവൻ ഫാൻ ഷോൻ്റെ ഭാഗത്ത് നിന്ന് ഫാൻ ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്ര അധികം കാര്യങ്ങളൊന്നും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പടം കണ്ടിട്ടില്ല, പടത്തിൻ്റെ റിവ്യൂ അല്ല അത്, നമ്മൾ കണ്ടിട്ടില്ലല്ലോ. പക്ഷേ കാണും എന്തായാലും കേട്ടോ. കണ്ടതിന് ശേഷം ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഇടാം. പക്ഷേ ഞാൻ ഇന്ന് നാളേക്ക് ആയിട്ട് കാണും. നാളെ എനിക്ക് 29th ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ. ജസ്റ്റ് 2 ദിവസം കുറച്ച് ഓഫീസ് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് അതിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇന്ന് പ്രത്യേക ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്താണെന്നറിയോ? നിങ്ങൾ ഫസ്റ്റ് കുറച്ച് ക്ലിപ്പ് കണ്ടല്ലോ. 2-3 കാര്യങ്ങളാണ് എന്തെങ്കിലും സംസാരിക്കുന്നത്. ഒന്ന്, സുപ്രിയ മേനോൻ, പൃഥ്വിരാജിൻ്റെ വൈഫ് സുപ്രിയയുടെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഉണ്ട്. അതിൽ പൃഥ്വിരാജിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, എമ്പുരാന് എല്ലാവിധ ഭാവുകങ്ങളും അത്രയധികം എഫേർട്ട് ഇട്ടുള്ളതാണ്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഞാൻ എല്ലാ മൂവീസിനെയും, വെദർ ഇറ്റ് ബി എ ഗുഡ് മൂവി ഓർ ഒരു ബാഡ് മൂവി എന്നൊരു സംഭവമില്ല, അതൊക്കെ കാണുന്നവരുടെ എല്ലാവർക്കും ബാഡായിട്ടുള്ളൊരു പടം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആർക്കെങ്കിലും ഇഷ്ടപ്പെടാത്ത പടങ്ങൾ ഉണ്ടായിരിക്കില്ല, അപ്പോൾ ഓരോരുത്തർ എടുക്കുന്നതിൻ്റെ പെർസ്പെക്റ്റീവ് അനുസരിച്ചിരിക്കും. പക്ഷേ ഞാൻ ഒരിക്കലും ഒരു പടത്തിനെയും ഞാൻ ജീവിതത്തിൽ ഞാൻ ഡീഗ്രേഡ് ചെയ്യുന്നതിന് 100% എതിരാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല, ഏതൊരു പ്രോജക്റ്റ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ എഫേർട്ട് അതിൽ വർക്ക് ചെയ്ത ആൾക്കാർക്ക് അറിയുള്ളൂ. അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് പേരുണ്ട്. ഈ പറയുന്ന ആൾക്കാർക്കൊന്നും ആ രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല. അത് വേറൊരു ഭാഗമാണ്. നമുക്കിപ്പോൾ എല്ലാം അറിഞ്ഞിട്ടല്ലല്ലോ നമ്മളെല്ലാം കാണുന്നത്. പക്ഷെ എന്നാലും പറയുന്നത്, അത്രയധികം എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഓരോ സംഗതിയും നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം. നമുക്ക് അത് ഹെൽത്തി ക്രിറ്റിസിസം, കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം, അതായത് ഒരു സിനിമയെ തകർക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഒരിക്കലും ഞാൻ എൻ്റെ ചാനലിലൂടെ ഞാൻ ഇതിനൊക്കെ എതിർത്തിട്ടുള്ളൂ ഇത്ര കാലങ്ങളായിട്ട്. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം. ഇപ്പോൾ എമ്പുരാൻ്റെ ഈ ഒരു വീഡിയോ ചെയ്യാണ്ടായ റീസൺ എന്താണെന്നറിയോ? ഒന്ന്, അവരുടെ വൈഫിൻ്റെ ഒരു പോസ്റ്റിലേക്ക് ഞാൻ വരാം. അതിന് മുന്നൊരു കാര്യം ചെയ്യട്ടെ. ഇന്ന് നിങ്ങൾ കണ്ടോ, ഏതൊരു പടം ഇറങ്ങുന്ന സമയത്തും നമ്മൾ കാണുന്നതാണ് തിയേറ്റർ റെസ്പോൺസ് അല്ലേ. ഓരോ പടത്തിൻ്റെയും ഫസ്റ്റ് ഹാഫിൽ ചെന്നിട്ട് റെസ്പോൺസ് എടുക്കുന്ന ഒരുപാട് യൂട്യൂബ് ചാനലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിന് മുന്നേ ചർച്ചയാക്കിയിട്ടുണ്ട് എല്ലാവരും. അതിനെക്കുറിച്ച് ഒരുവിധം മെയിൻ സ്ട്രീം ന്യൂസ് ചാനൽസ് വരെ ചർച്ചയാക്കിയ വിഷയമാണ് ഈ ഫസ്റ്റ് ഹാഫിൽ പോയിട്ട് റെസ്പോൺസ് എടുക്കുന്നത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, ഇതിന് മുന്നുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞത്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പ്രകാരം ഇത്രയും മോശപ്പെട്ട ഒരു സംഭവമില്ല. ഒരു പടം കണ്ടു കഴിഞ്ഞ സമയത്ത് ഫസ്റ്റ് ഹാഫ് എങ്ങനെ ഉണ്ടായിരുന്നു, എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുന്നത്. കാരണം ഒരു പടം എന്ന് പറഞ്ഞാൽ അത് 2.5 മണിക്കൂർ 3 മണിക്കൂറാണെങ്കിൽ ആ പടം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിനെക്കുറിച്ചുള്ള റെസ്പോൺസ് വരാൻ പാടുള്ളൂ. ഇതിനെക്കുറിച്ച് ഒരുപാട് പേര് ഡിബേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറയാൻ കാരണം വെച്ചാൽ, ഇന്ന് ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ 2 ചാനൽസാണ് കണ്ടത്. ഞാൻ രാവിലെ മുതൽ ന്യൂസ് എണീറ്റ് കഴിഞ്ഞാൽ ന്യൂസ് വെക്കുന്ന സമയത്ത് റിപ്പോർട്ടർ, എനിക്കൊന്ന് 24 ന്യൂസ് കംപ്ലീറ്റ് 24 ലഹരി സ്കാൻ്റെ പരിപാടിയായിട്ട് പോകുന്നുണ്ട്. പക്ഷേ മനോരമ ന്യൂസ്, എസ്പെഷ്യലി മനോരമ ന്യൂസ് ഒന്ന് കംപ്ലീറ്റ് എമ്പുരാന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം എനിക്കൊന്നും അത്ര ഹെവി പ്രൊമോഷൻസും ഹെവി മാർക്കറ്റിങ്ങും ഇതിൻ്റെ പുറകിലുണ്ടായിട്ടുണ്ട്. ഡെഫിനറ്റ്ലി അവർക്ക് ആ കോസ്റ്റ് റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് പ്രോപ്പർലി മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നടക്കുള്ളൂ. പക്ഷേ ഈ ഓവറായിട്ട് ഹൈപ്പും തള്ളും കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എക്സ്പെക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ റെഡ്യൂസ് ചെയ്യുമെന്ന് നമ്മൾ പല പ്രാവശ്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ
ആ ഒരു സിറ്റുവേഷനിൽ കുറച്ച് കൂടുതലായിട്ട് ഹൈപ്പ് കൊടുത്തോ എന്നറിയണമെന്നുണ്ടെങ്കിൽ പടം കണ്ടതിന് ശേഷം മാത്രമേ പറയുള്ളൂ. പിന്നെ ആരുടെയും റിവ്യൂട്ടുകൾ ഡെഫിനറ്റ്ലി മനുഷ്യൻ ഇതിൽ സ്വാധീനിക്കും, ഡെഫിനറ്റ്ലി ആണ്. പക്ഷേ ഞാൻ ഇൻഡിവിജ്വൽസിൻ്റെ റിവ്യൂ ഒരിക്കലും കേൾക്കാറില്ല. ഇത് സോ കോൾഡ് ബിഗ് റിവ്യൂവേഴ്സ് നോക്കുന്ന സമയത്ത് പേഴ്സണലി നമ്മൾ അറിയുന്നവരോട് ചോദിക്കും എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ ചോദിക്കാന്നല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു കാരണവശാൽ ഈ റിവ്യൂ കണ്ടതിന് ശേഷം തീരുമാനിക്കാറില്ല. പക്ഷേ ഒരുപാട് പേരെ സ്വാധീനിക്കാൻ കഴിവുള്ള നല്ല റിവ്യൂവേഴ്സുണ്ട്. കാരണം എനിക്ക് തന്നെ അറിയുന്ന ഒരു 4-5 പേരറിയാം. ഫസ്റ്റ് ഡേ റിവ്യൂ നോക്കട്ടെ, ഇന്ന ആൾക്കാർ എന്താണ് പറയുന്നത് നോക്കട്ടെ എന്ന് അറിഞ്ഞതിന് ശേഷം പടത്തിന് പോകാനും തീരുമാനിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എമ്പുരാനൊക്കെ ഒരുവിധം എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണും. പക്ഷെ അത് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, എനിവേസ്, അപ്പോൾ നമ്മൾ ഒരു വിഷയത്തിൽ കിടക്കുകയാണെങ്കിൽ ഈ ഫസ്റ്റ് ഹാഫ് റെസ്പോൺസിൻ്റെ സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ഇതിനെ എതിർക്കുന്നത്. ഞാനൊരു ക്ലിപ്പ് പ്ലേ ചെയ്യാം. പ്രകാശ് ഫസ്റ്റ് ഷോയുടെ ഫസ്റ്റ് ഹാഫ് ഇറങ്ങി കുഞ്ഞുണ്ടാവുന്ന സമയത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ ചോദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്തൊക്കെ പറയാൻ പറ്റുന്നുള്ള കാര്യത്തിൽ ദിനുവിന് ഒരു വ്യക്തത ഉണ്ടല്ലോ. എന്ത് പറയണമെന്ന് ആലോചിക്കാണ്. കാരണം യെസ്, മനോരമയുടെ റിപ്പോർട്ടറാണ് അയ്യപ്പദാസ്. പുള്ളി ചെന്നിട്ട് ഫസ്റ്റ് ഹാഫിൻ്റെ റിവ്യൂ എടുക്കുന്ന സിറ്റുവേഷനാണ്. എനിക്ക് ക്ലിപ്പുകൾ തിരഞ്ഞിട്ട് കിട്ടിയിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം. ഇന്നിപ്പോൾ ഞാൻ ക്ലിപ്പ് ഫസ്റ്റ് ഹാഫ് റിവ്യൂ റെസ്പോൺസ് ഇഷ്യൂ എന്നൊക്കെ അടിച്ചു നോക്കുന്ന സമയത്ത് ഇതിലെല്ലാം വരുന്നത് എമ്പുരാൻ്റെയാണ്. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ആ ക്ലിപ്പ് കാണിക്കില്ല. പക്ഷേ എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്കും അറിയുണ്ടായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ മെയിൻ സ്ട്രീം മീഡിയ എതിർത്തിരുന്ന സംഭവമാണ് ഫസ്റ്റ് ഹാഫ് റിവ്യൂ. എനിക്ക് തോന്നുന്നു ആറാട്ടണ്ണൻ്റെ കേസിലൊക്കെ ആ ചങ്ങാതിനെയൊക്കെ ഒരുപാട് ക്രൂശിക്കുന്ന രീതിയിൽ ഒരുപാട് പേര് ചാനൽ ചർച്ചകളിൽ വരെ പങ്കെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് റിവ്യൂ ചെയ്യുന്നത് ശരിയല്ല. എന്നിട്ട് ഇപ്പോൾ നോക്കി നോക്കൂ, മെയിൻ സ്ട്രീം മീഡിയയാണ് ഇതിനു വേണ്ടി ഇറങ്ങുന്നത്. ഒന്നത്. ഇനി രണ്ടാമത്തെ കേസ് കേൾക്കാം, റിപ്പോർട്ടർ ചാനൽ കേട്ടോ. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് പ്രതികരിക്കാൻ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ? എന്താണ് അവസ്ഥ? ഇന്റർവെൽ ആണ്, ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. കുറേയധികം ആളുകളോട് ഞാൻ സംസാരിച്ചു. ഷോ കഴിഞ്ഞ് കുറേയധികം പേരൊക്കെ തിരിച്ച് ഇതിനകം തന്നെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയവർ കുറേ പേര് അകത്തേക്ക് കയറിയെങ്കിലും കുറച്ചാളുകൾ ഇവിടെയൊക്കെ തന്നെയുണ്ട്. നിങ്ങൾ ഷോ കയറിയിട്ടില്ല, കുറേ പേരൊക്കെ അകത്തേക്ക് പോയി. നമുക്ക് ആക്രാന്തം പിടിച്ച് ഓടി നടന്നിട്ട് ഫസ്റ്റ് ഹാഫ് റിവ്യൂ എടുക്കുന്ന റിപ്പോർട്ടറിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവരെല്ലാവരും ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് എതിർത്ത ആൾക്കാരാണ്. ഇപ്പോൾ അതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല. പണ്ട് ഈ സാധാ യൂട്യൂബ് ചാനൽസ്, എസ്പെഷ്യലി പോപ്പ് പ്രീമിയറൊക്കെയാണ് ഫസ്റ്റ് ടൈം അവിടെ എത്താറ്. അങ്ങനെ ഒരുപാട് ചാനൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരൊന്നും ഫസ്റ്റ് ഹാഫ് റിവ്യൂ എടുക്കുന്ന സമയത്ത് ഭയങ്കര ഇഷ്യൂ ആണ്. ഫസ്റ്റ് ഹാഫ് റിവ്യൂ പറയാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇന്നിപ്പോൾ മെയിൻ സ്ട്രീം ചാനൽസ് വരെ അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ്? ശരി, അതാണ് അവിടെ കുറച്ച് ആൾക്കാർ ശരി, എന്ത് പറയുന്നില്ല? ഇഷ്ടപ്പെട്ടു. ഉറക്കം കളഞ്ഞ് വെറുതെ ആയില്ല? ഇല്ല. എന്താണ് ഇഷ്ടപ്പെട്ടത്? മാസാണോ പടം? ഈ സിനിമ ഇങ്ങനത്തെ ഒരു ലാലിൻ്റെ പടം അല്ലെങ്കിൽ ഒരു സിനിമയുടെ കമേഴ്ഷ്യലി വലിയ സക്സസ് ആയ ഒരു സിനിമയുടെ രണ്ടാം ഭാഗം വരിക, അതിന് ഇത്രയും മച്ച് ആൻറ്റിസിപ്പേറ്റഡ് ഹൈപ്പ്, അതിനൊക്കെ ശേഷം വരുന്നൊരു സിനിമയുടെ ഒരു റിയാക്ഷൻ തിയേറ്ററിൻ്റെ ഉള്ളിലുണ്ടോ? തിയേറ്ററിനകത്ത് ഇപ്പോൾ നമ്മൾ കണ്ടിറങ്ങിയത് ഫാൻ ഷോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിയേറ്ററിനകത്ത് ആ റിയാക്ഷനുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ ജീവൻ പറഞ്ഞ പോലെ തന്നെ എമ്പുരാൻ അത് ലൂസിഫർ അത്രയും നമുക്ക് അങ്ങ് സെറ്റായില്ല. ശരിക്കും ഇത് ലാലേട്ടൻ തൂക്കിയില്ല എന്ന് പറയാൻ വേണമെങ്കിൽ. പക്ഷേ എന്നാലും ലാലേട്ടൻ ഫാൻസിന് നിരാശപ്പെടുത്തുന്നില്ല. ലാലേട്ടൻ ഫാൻസ് ഭയങ്കര ആവേശത്തോടെയാണ്, അവർ ഉള്ളും തന്നെയാണല്ലോ അല്ലേ പറയുന്നത്. അത് ഫാൻസിന് എങ്ങനെയാലും ഇഷ്ടമാവും. ദിനു നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഇഷ്ടപ്പെടാതിരിക്കാന്ന് പറഞ്ഞത് വ്യക്തിപരമാണ്. അപ്പോൾ നമുക്കിതൊരു എനിക്ക് തോന്നുന്നു തിരിച്ചേട്ടാ നമുക്കിതൊരു മഞ്ജു വാര്യർ സിനിമ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. അല്ല, ഇതൊരു കണ്ടന്റ് സിനിമയാണ്. കണ്ടന്റ് ഉണ്ട്, സിനിമയിൽ കണ്ടന്റ് ഉണ്ട്. പക്ഷേ എത്രത്തോളം ഇമോഷണലി നമുക്ക് കണക്ട് ആയി എന്നുള്ളതാണ് ഒരു സിനിമയുടെ വിജയം വരുന്നത്. അത് ഓരോ പ്രേക്ഷകന് തീരുമാനിക്കേണ്ടത് ഇമോഷണലി നമുക്ക് എത്രത്തോളം സിനിമ കണക്ട് ആവും എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ദേശീയ രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ ചില കലാപവും എല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട്. എത്രത്തോളം നമുക്കത് പേഴ്സണലി കണക്ട് ആവുന്നുള്ളത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇഷ്ടപ്പെടാത്ത ആളുകൾ ഓരോർക്ക് അതൊക്കെ അവരവരുടെ പേഴ്സണൽ ചോയ്സാണ് കേട്ടോ. പടം ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് മിക്സഡ് റെസ്പോൺസ് ആണ് പടത്തിൽ എന്നുള്ളതാണ് എനിക്ക് ഇന്ന് സോഷ്യൽ മീഡിയ നോക്കിയ സമയത്ത് മനസ്സിലാകുന്നത്. ടിൽ ദ ടൈം യു സീ ദിസ് ഫിലിം പേഴ്സണലി യുവർ സെൽഫ്, നിങ്ങൾ പേഴ്സണലി ഇത് കാണുന്നത് വരെ ഡെഫിനറ്റ്ലി നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഇൻഫറൻസിൽ നമുക്ക് എത്താൻ കഴിയില്ല. ഞാനത് വിശ്വസിക്കുന്ന വ്യക്തിയാണ് കേട്ടോ. പിന്നെ ഇപ്പം എന്താ വെച്ചാൽ ഫാൻസിൻ്റെ അത് വിലയിരുത്തിയിട്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ല. കാരണം ഫാൻസ് അങ്ങനെയാണ്. എന്താ അതിനിടയ്ക്ക് ഒരു വേറൊരു സംഭവം കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതൊരു മഞ്ജു വാര്യർ ഫിലിമാണ് എന്നുള്ളത്. അറിയില്ല. ലുക്കിംഗ് ഫോർവേഡ്. ഇനി നമുക്ക് നേരെ വരുന്നത് നമ്മളെ സുപ്രിയ മേനോൻ പൃഥ്വിരാജിന് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പോസ്റ്റാണ് കേട്ടോ. ഇങ്ങനൊരു ഇൻസ്റ്റാഗ്രാമിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ കുറച്ച് കാര്യങ്ങൾ സുപ്രിയ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇതിനോട് പരിപൂർണമായിട്ടും യോജിക്കുന്നു 100%. സീരിയസ്ലി എനിക്ക്
ഇവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും ഒരു പ്രത്യേക ക്യാരക്ടർ തന്നെയാണ്. നോട്ട് എവ്രിബഡി ക്യാൻ ബി പൃഥ്വിരാജ് ഓർ സിംഗ്. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഒരു ക്ലിപ്പ് കാണിച്ചില്ലേ മല്ലിക സുകുമാരൻ്റെ. എത്ര പ്രൗഡാണ് അവരല്ലേ. മകൻ്റെ കാര്യം ആലോചിച്ചിട്ട് 2 മക്കളും അതെ. സുകുമാരൻ്റെ കേസൊക്കെ നമ്മളിങ്ങനെ പറയുന്നതാണ്, കാരണം ചിലപ്പോൾ പുള്ളിക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. പൃഥ്വിരാജിൻ്റെ പോസ്റ്റും അത് തന്നെയാണ്, അച്ഛാ കാണുന്നുണ്ടല്ലോ, അങ്ങനത്തെ ഒരു പോസ്റ്റാണ് പൃഥ്വിരാജ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുള്ളത്, പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും സെയിം തിങ് സുപ്രിയ ഓൾസോ അവരുടെ റൈറ്റിംഗ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. ഇൻ ലെസ് ദാൻ 12 hours എംപുരാൻ വിൽ ബി ഹാൻഡഡ് ഓവർ ടു ദി ഓഡിയൻസ് വേൾഡ് വൈഡ്. 12 മണിക്കൂറിനുള്ളിൽ, ഇന്നലത്തെ പോസ്റ്റ് ആയതുകൊണ്ട് 12 മണിക്കൂറിനുള്ളിൽ ഇത് ഓഡിയൻസിലേക്ക് തരും. It's been a journey like no other and I'm glad I got a ringside view. അതായത് റിംഗ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനടുത്തുള്ള റിംഗ് സൈഡ്, ഇതിൽ ഫൈറ്റൊക്കെ നടക്കുന്ന റിങ്ങിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ കിട്ടിയിട്ടുണ്ട്. നല്ല വേറെ ഒരു ഇതുകൊണ്ടും കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു ജേണിയാണത്. Prithviraj, I have seen how much work you have put in, the countless hours writing, rewriting, discussions, preparations, research and then shoot across continents which was plagued by weather problems. കാരണം അത്രയും ബുദ്ധിമുട്ടെടുത്തിട്ടുള്ള ഒരു പടമാണ്. ഇറ്റ്സ് ബീൻ എ മാമത്ത് എക്സസൈസ് എക്സിക്യൂട്ടഡ് ബൈ ദ ടീം ഇൻ അബ്സല്യൂട്ട് പ്രിസിഷൻ. അതായത് അത്രയും കട്ടിയായിട്ടുള്ള ഒരു ടാസ്ക് വളരെ കൃത്യതയോടുകൂടി ചെയ്തിട്ടുള്ളതാണ്. ബട്ട് ഐ ഡെയർ say all this has happened due to the absolute clarity of your vision and leadership. നിങ്ങളുടെ ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത് നിങ്ങളുടെ ക്ലാരിറ്റിയാണ്. നമ്മളുടെ വിഷൻ കൊണ്ടും അതിൻ്റെ ക്ലാരിറ്റി ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. പ്ലസ് ലീഡർഷിപ്പ്. സിൻസ് വി മെറ്റ് ഇൻ 2006 you have been telling me about your dream to take Malayalam cinema places and now we are at that very cusp. അതായത് പരിചയപ്പെട്ട 2006 മുതൽ പറയുന്നുണ്ട് ഡ്രീമിനെ കുറിച്ച്. ഇതൊക്കെ പല ഇൻ്റർവ്യൂസും പറയാം. ഇനി വാട്ട് എവർ ഹാപ്പൻസ് ടുമോറോ, I'll always be behind you, cheering and supporting you as you push forth towards your goals, as is evident in this picture taken on the very last day of the shoot. ഇത് ലാസ്റ്റ് ഡേ ഷൂട്ടിൻ്റെ ലാസ്റ്റ് ഡേ എടുത്തിട്ടുള്ള ഈ ഒരു പിക്ചർ വെച്ചിട്ടാണ് അവർ പറയുന്നത്. ഇനി യു ആർ നോട്ട് ഇല്യൂമിനാറ്റി മൈ ഫ്രണ്ട് ബട്ട് ആർ മൈ അഹങ്കാരി താന്തോന്നി തൻ്റെടി ഹസ്ബൻഡ്. കാരണം വെച്ചാൽ അഹങ്കാരി എന്നുള്ള പേര്, രായപ്പൻ എന്നുള്ള വിളി ഒരുപാട് കേട്ടിട്ടുള്ളൊരു വ്യക്തിയാണ് കേട്ടോ. ഞാൻ പേഴ്സണലി ഒരു സംഗതി, എനിക്ക് പണ്ടേ ഈ ചങ്ങായിനെ ഇഷ്ടമായിരുന്നു. ഞാൻ പേഴ്സണലി വൈഫൊക്കെ പറയട്ടോ, ഞാൻ അന്ന് തന്നെ ഇയാൾ പറഞ്ഞിരുന്നു, കാരണം ഇത് വേറെ റേഞ്ചായിരിക്കുന്നുള്ളൂ, നമ്മൾ കണ്ട ഒരാളല്ല എന്നുള്ളത്. ഐ നോ ഹൗ മച്ച് പീപ്പിൾ ഹാവ് റെഡിക്യൂൾഡ് യു, എത്രത്തോളം നിങ്ങളെ കളിയാക്കിയിട്ടുണ്ട്. ആൻഡ് ദി ഒഡാസിറ്റി ഓഫ് യു ഡ്രീംസ്, യു ആൻഡ് ദി ഒഡാസിറ്റി ഓഫ്, നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത്തിനെ, ഇതിനെ എന്തും ധീരത അല്ലേ, ഒഡാസിറ്റി എന്ന് പറഞ്ഞാൽ ധീരത തോന്നുന്നുണ്ടോ, അതിനെ എത്രയോ ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട്. ടു ഓൾ ദോസ് നേസേയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവിടെ ഇവിടെയൊക്കെയുള്ള എതിർക്കുന്ന ആൾക്കാർ, നേസേയേഴ്സിനെ എതിർക്കുന്ന ആൾക്കാർ, എന്തിനെ എതിർക്കുന്ന ആൾക്കാർ. ടു ഓൾ ദോസ് നേസേയേഴ്സ് ഐ ഹാവ് ഓൺലി വൺ തിങ് ടു സേ, ആളറിഞ്ഞ് കളിക്കടാന്ന്. ആളറിഞ്ഞ് കളിക്കട, അതായത് അയ്യപ്പനും കോശിയിലെ ഡയലോഗാണ് പറഞ്ഞിട്ടുള്ളത്. സീരിയസ്ലി, ശരിക്കും ആളറിഞ്ഞ് കളിക്കണോ എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഫാൻ ഷോ അല്ലാത്ത അടുത്തൊരു സംഗതി അറിയേണ്ടി വരും. ഇത് ഒരു കാര്യത്രേ ഉള്ളൂ, ഇത് ഒരു മോശമായിട്ടുള്ളൊരു മൂവി ആവാൻ ചാൻസസ് ഒരിക്കലും ഇല്ല. പക്ഷേ പ്രതീക്ഷയ്ക്കൊത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതുപോലുള്ള പോസ്റ്റും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഒരു വേറെ രീതിയിൽ ട്രോളിനുള്ള വകുപ്പ് അല്ലെങ്കിൽ ഏറെ കയറാനുള്ളൊരു വകുപ്പായിട്ട് വരും. പക്ഷേ ദാറ്റ് ഇസ് നോട്ട് അവർ പ്രോബ്ലം. എന്ത് വന്നാലും നല്ലൊരു മൂവി ആയിരിക്കും, പൊളി പടം ആയിരിക്കില്ല. ആകെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആരെങ്കിലും ആ പടത്തിന് പറയുന്നുണ്ടെങ്കിൽ പേഴ്സണലി അവർക്കൊന്നുകിൽ ഈ പടം വർക്കൗട്ട് ആവാത്തോണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അമിതമായിട്ട് അവർ ഇതിന് പ്രതീക്ഷ കൊടുത്തിട്ട് പോയി. എന്തോ ഒരു ഔട്ട് ഓഫ് ദി വേൾഡ് എന്നുള്ള ആ ഒരു ബിഗ് പിക്ചർ, ആ ഒരു ബിഗ് സാധനം മനസ്സിൽ കുത്തിക്കയറ്റിയിട്ട് പോകുന്ന ആൾക്കാർ ദയവ് ചെയ്ത് അതങ്ങനെ പോവാതിരിക്കുക. പിന്നെ അത് മാത്രമല്ല, റിവ്യൂ പറയുന്ന ആൾക്കാർ ഇതുവരെ ആരെങ്കിലും ഇട്ടോ എന്നുള്ളത് അറിയില്ല, തകർക്കാതിരിക്കുക ദയവ്. ഇതൊരു പടത്തിന് ഞാൻ എല്ലാ സമയത്തും എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്നുള്ളവർ പറയുക, നിങ്ങൾക്ക് വർക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവ് ഇത് റിവ്യൂ ഇരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ റിവ്യൂവിലൂടെ പറയാതിരിക്കുക. ദാറ്റ്സ് വാട്ട് യു ഷുഡ് ചെയ്യാൻ പറ്റും. സംഗതി ശരിയാണ്, 150 രൂപ ടിക്കറ്റും എഫേർട്ടും കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ്, പറയുന്നതിനൊന്നും തെറ്റില്ല. പക്ഷെ എന്നാലും തകർക്കാതിരിക്കുക എന്നുള്ള ഒരു സംഭവമാണ്. കാരണം വെച്ചാൽ ഒരുപാട് പേരുടെ ലൈഫും ഡ്രീമും പരിപാടിയും കാര്യങ്ങളുമാണ്. ഓക്കെ, അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. ബാക്കി ഇനി ഞാൻ എമ്പുരാൻ കണ്ടതിന് ശേഷം ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതി ചെയ്യാം. പിന്നെ നമ്മളൊരു ചെറിയൊരു ക്ലിപ്പിന് ആദ്യമായിട്ടുള്ള ഒരു തോക്കും കൊണ്ട് കയറിയിട്ടുള്ളൊരു ചങ്ങാതി, അതുപോലുള്ള ഒരുപാട് കലാപരിപാടികളും കോമാളിത്തരങ്ങളും വനിതാ തിയേറ്ററിലുണ്ട്. ഒന്നും പറയാനില്ല, അവർക്കൊരു കുടുംബവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്ര ചിന്തിച്ചാൽ മതി. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. അടുത്തൊരു വീഡിയോയിൽ കാണാം.